നിങ്ങൾ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്ന സോറി ഒരു പിക്ചർ ഷെയർ ചെയ്യുന്ന കണ്ടായിരുന്നോ? പ്രസന്റ് ചെയ്തത് കണ്ടിരുന്നോ? കണ്ടില്ല? എല്ലാരും ഞാൻ വരുന്ന സമയത്ത് ക്യാൻസൽ ചെയ്തു. ഓക്കെ. ബാക്കി എല്ലാരും കണ്ടില്ലോ? നേരത്തെ ആദ്യം കയറിയവരൊക്കെ? ഓക്കെ. അതാണ് ആ പിക്ചറാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഒരു പിക്ചറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, വിഷയം പ്ലേറ്റോയുടെ അലഗോറി ഓഫ് ദ കേവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അലഗോറി ഓഫ് ദ കേവ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ, പ്രത്യേകിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ പ്ലേറ്റോയുടെ ജീവിതവും പ്ലേറ്റോയുടെ പുസ്തകങ്ങളെ കുറിച്ചുമൊക്കെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സോക്രട്ടസ് പിന്നീട് അദ്ദേഹം വധിക്കപ്പെടുകയല്ല, അദ്ദേഹത്തെ ജയിലടച്ച് അദ്ദേഹത്തെ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ സങ്കടം കൊണ്ട് പ്ലേറ്റോ നിലനിൽക്കുന്ന ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തിന് ഗുണപരമായ ഒന്നല്ല എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകൾക്ക് ചില മാറ്റങ്ങൾ വരണം, പ്രത്യേകിച്ച് എഥേനിയൻ സ്റ്റേറ്റിന് ഒരു മാറ്റം വരണമെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. അപ്പോൾ ആ റിപ്പബ്ലിക്കിലെ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാശയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്ലേറ്റോയുടെ മറ്റ് ആശയങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്ലേറ്റോയുടെ കമ്മ്യൂണിസം ഉണ്ട്, പ്ലേറ്റോയുടെ രാഷ്ട്രസങ്കല്പമുണ്ട്, പ്ലേറ്റോയുടെ വിദ്യാഭ്യാസ സങ്കല്പമുണ്ട്, പ്ലേറ്റോയുടെ റൂൾ ഓഫ് ഫിലോസഫി എന്ന സങ്കല്പമുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്ലേറ്റോയുടെ സങ്കല്പം അറിയണം. അതാണ് അലഗോറി ഓഫ് ദ കേവ്. അപ്പോൾ ഈ അലഗോറി ഓഫ് ദ കേവിന്റെ ഒരു പിക്ചറാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഷെയർ ചെയ്തത്. അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പ്ലേറ്റോയുടെ ഒരു വിഷയം പറയാം. പ്ലേറ്റോ എന്താണ് ചർച്ച ചെയ്യുന്നത്? അത് പ്ലേറ്റോ മനുഷ്യന്റെ ഇഗ്നോറൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യന് ബേസിക്കലി ഇഗ്നോറൻസ് ഉണ്ട്, അജ്ഞത. അപ്പോൾ അജ്ഞത പക്ഷേ മനുഷ്യന് തിരിച്ചറിയില്ല എന്നാണ് പ്ലേറ്റോ പറയുന്നത്. മനുഷ്യൻ അവന്റെ അജ്ഞത ഒരിക്കലും തിരിച്ചറിയില്ല, അവൻ അജ്ഞനാണ്. അപ്പൊ ഇത് സോക്രട്ടസിന്റെ തന്നെ ഒരു നിലപാടാണ്. സോക്രട്ടസിന്റെ നിലപാടുകൾ ഒന്നാണ്, മനുഷ്യൻ അജ്ഞനാണ്, പക്ഷെ അവന്റെ അജ്ഞത അവന് സ്വയം തിരിച്ചറിയില്ല. അപ്പൊ അവനൊന്നും അറിയത്തില്ല എന്നവൻ തിരിച്ചറിയുന്നില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യന് ഡബിൾ ഇഗ്നോറൻസ് ഉണ്ടെന്നാണ് സോക്രട്ടസ് പറയുന്നത്. അപ്പൊ ഇതേ നിലപാടിൽ നിന്നുകൊണ്ടാണ് പ്ലേറ്റോ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത്. അപ്പൊ റിപ്പബ്ലിക്കിലെ പ്രധാനപ്പെട്ട കഥാപാത്രം സോക്രട്ടസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്ലേറ്റോയുടെ കേവ് തിയറി ഓർ അലഗോറി ഓഫ് ദ കേവ് എന്ന് പറയും, അല്ലെങ്കിൽ കേവ് തിയറി എന്ന് പറയും, അല്ലെങ്കിൽ വെറുതെ കേവ് എന്നും പറയും. കേവ്. അപ്പൊ ഇതില് ഞാൻ നിങ്ങളോട് അത് പറയുന്നതിന് മുമ്പ് ഒരു ആശയം പറയാം. അതായത് ഞാൻ കഴിഞ്ഞ ഒരു കുറച്ചു കാലം മുമ്പ്, പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. കുറച്ചു കാലം മുമ്പ് രാമചന്ദ്ര ഗുഹ ഇന്ത്യയുടെ കുടുംബസങ്കല്പം, ഇന്ത്യയുടെ സംസ്കാരം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എസ്സേ ഏതോ എവിടെയോ എഴുതിയതായും അത് ഞാൻ വായിക്കാനും ഇടയായി. അപ്പൊ ആ വായനയെ ബന്ധപ്പെട്ട് രാമചന്ദ്ര ഗുഹ ബച്ചൻ ഫാമിലിയെ കുറിച്ച് വളരെ രസകരമായ ഒരു കഥ പറയുകയുണ്ടായി. അപ്പൊ ബച്ചൻ ഫാമിലിയെ കുറിച്ച് ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവാം. ബച്ചൻ ഫാമിലിയെ കുറിച്ച് രാമചന്ദ്ര ഗുഹ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഹരിവംശറായ് ബച്ചൻ വളരെ പ്രസിദ്ധനായ ഒരു പോയറ്റായിരുന്നു. അപ്പം വളരെ പ്രസിദ്ധനായ ഒരു പോയറ്റായി അദ്ദേഹം വളർന്നു വരുന്ന കാലത്താണ് അമിതാഭ് ബച്ചൻ ടീൻ ഏജിലെത്തുന്നത്. അപ്പൊ ടീനേജില് അമിതാഭ് ബച്ചൻ ചെയ്ത ഒരു കാര്യം, ഹരിവംശറായ് ബച്ചൻ വളരെ പ്രസിദ്ധനായ ഒരു പോയറ്റായി നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ വിലസി നടക്കുന്ന കാലത്ത് അച്ഛന്റെ നിഴലിൽ ജീവിക്കാതെ അമിതാഭ് ബച്ചൻ വളരെ ചെറിയ പ്രായത്തില് അച്ഛന്റെ നിഴലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി രക്ഷപ്പെടുന്നത് മീൻസ് സ്വന്തമായ ഒരു ഐഡന്റിറ്റി, സ്വത്തും കണ്ടെത്തുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ സ്വത്തും കണ്ടെത്തുന്നതിന് വേണ്ടി അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ 20+ മറ്റോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പിന്നീട് അദ്ദേഹം സ്വന്തമായി അച്ഛന്റെ സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായി തൻ്റെതായ ഒരിടം കണ്ടെത്തി ഇന്ത്യൻ ബോളിവുഡിലെ
വിഖ്യാതനായ ഒരു ആക്ടറായി മാറിത്തീരുകയും ചെയ്തു. സ്വന്തമായി വഴി കണ്ടെത്തുകയാണ്, സ്വന്തമായി പാത വെട്ടിത്തെളിക്കുകയാണ്, അച്ഛന്റെ പാതയിലൂടെ പോകാതെ, അച്ഛന്റെ പേരിൽ അറിയപ്പെടാതെ നിന്ന് സ്വന്തമായി തൻ്റെതായ ഒരു ഐഡന്റിറ്റി ഇന്ത്യയിൽ അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ രാമേന്ദ്ര ഗുഹ വളരെ രസകരമായി പറയുകയാണ്, ഇത് നമ്മൾ അഭിഷേക് ബച്ചനിൽ എത്തുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. അഭിഷേക് ബച്ചൻ ഇപ്പോൾ 45 ആണ്. അദ്ദേഹത്തിന്റെ അച്ഛനായ അമിതാഭ് ബച്ചന്റെ പ്രായം 78 അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, 78 വയസ്സായ അച്ഛന്റെ നിഴലിൽ തന്നെയാണ് ഇപ്പോഴും അഭിഷേക് ബച്ചൻ ജീവിക്കുന്നത്. അതായത് അഭിഷേക് ബച്ചൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും സെറ്റിൽഡ് അല്ല, സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം സാധിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്താലും വലിയ ഐശ്വര്യ റായ് വലിയ ഐഡന്റിറ്റിയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുക വഴി അച്ഛന്റെയും അമ്മയുടെയും ജീവിത സങ്കല്പങ്ങളും ലോക കാഴ്ചപ്പാടുമാണ് അഭിഷേക് ബച്ചനുള്ളത്. അഭിഷേക് ബച്ചൻ 45 വയസ്സിൽ തന്നെ 78 വയസ്സുള്ള ഒരാളുടെ ചിന്തകളാണ്. കാരണം ഓൾഡ് വേ ഓഫ് തിങ്കിങ് ആണ്, വീട്ടിൽ നിന്ന് മാറുന്നില്ല. ഇപ്പോൾ ഓൾഡ് വാല്യൂസ്, ഓൾഡ് ഐഡിയാസ്, തന്നേക്കാൾ മുമ്പുള്ള ജനറേഷന്റെ ബോധങ്ങൾ തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ബച്ചൻ. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെതായ ഒരു പാത വെട്ടിത്തെളിച്ചില്ല, അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയില്ല. അച്ഛന്റെയും പിന്നീട് ഭാര്യയുടെയും തണലിൽ അദ്ദേഹം ഒതുങ്ങിപ്പോയി, ഒരു ഓൾഡ് സ്കൂളായി മാറി എന്നൊരു വിമർശനം അഭിഷേക് ബച്ചനെതിരെ രാമേന്ദ്ര ഗുഹ ഉയർത്തുന്നു. അപ്പൊ അതായത് ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്നു, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഒരുപാട് കാലം പഠിക്കുന്നു, BA പഠിക്കുന്നു, MA പഠിക്കുന്നു, പിന്നീട് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് PhD ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വർഷമാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ കുറെ കാലം കേൾക്കുന്നു. യു ലിസൺ ടു സെയിം ഐഡിയാസ്, സെയിം ലെക്ചേഴ്സ്, സെയിം പ്രൊഫസേഴ്സ്, സെയിം പീപ്പിൾ, സെയിം പ്ലേസ്, സെയിം കോർണേഴ്സ്, സെയിം കോറിഡോർസ്, സെയിം ലൈബ്രറീസ്, സെയിം പ്രൊഫസേഴ്സ്, സെയിം പീപ്പിൾ, എവറിത്തിങ് സെയിം. ഒരു വൈവിധ്യവുമില്ല ജീവിതത്തിൽ. കാരണം നമ്മൾ ആ ഒരു 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 വെല്ലിൽ നിന്നും, ആ ഒരു ഗുഹയിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുന്നില്ല. അപ്പോ ഇവിടെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, വ്യത്യസ്തമായി നമ്മളാരും ചിന്തിക്കില്ല. യു വിൽ ബി ലിവിങ് ഇൻ വാട്ട് യു സീ ആസ് റിയൽ. നമ്മൾ എന്താണോ കാണുന്നത് അത് റിയൽ ആയി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. അപ്പൊ പ്ലേറ്റോ ഇവിടെയാണ് കേവ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവരികയും നമ്മളോട് എന്താണ് ഈ കേവ് എന്ന് പറഞ്ഞു തരികയും റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നോക്കൂ, വൈവിധ്യമില്ലാത്ത ലോകത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തിരിച്ചറിവില്ലാതെ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ പ്ലേറ്റോയുടെ അലഗോറി ഓഫ് ദ കേവ്, എന്താണ് അറിവ്, എന്താണ് റിയാലിറ്റി, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു തരുവാൻ പ്ലേറ്റോ ശ്രമിക്കുകയാണ്. റിയാലിറ്റി, നോളജ്, മീനിങ് ഓഫ് ലൈഫ്, ഇതൊക്കെ എന്താണെന്ന് പ്ലേറ്റോ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ അല്പവും കൂടെ വസ്തുതകളെ ഒരു ബ്രോഡ് പിക്ചറിൽ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്ലേറ്റോ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ധാരാളം വിദ്യാർത്ഥികൾ എല്ലാ വർഷവും സിവിൽ സർവീസ് ആസ്പിരന്റ് ആയി വരും. അപ്പൊ അതിൽ പല വിദ്യാർത്ഥികളും എന്നോട് തന്നെ പേഴ്സണലായി പറഞ്ഞിട്ടുള്ളത്, സാർ സിവിൽ സർവീസ് എഴുതുവാൻ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പാസ്സായാൽ മതി, അതാണ് ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ സിവിൽ സർവീസ് എഴുതാം, എനിക്ക് സിവിൽ സർവീസ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഇത്തരം കുട്ടികൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിയുമാണ്. പക്ഷേ ഈ കുട്ടികൾ ഒരിക്കലും വേറെ തരത്തിൽ ചിന്തിക്കുന്നില്ല. എന്താണ് വേറെ തരത്തിൽ ചിന്തിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്തെന്നാൽ, ഇവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഒരു BA അല്ലെങ്കിൽ BSc ഡിഗ്രി പാസ്സായ എത്ര പേർ സിവിൽ സർവീസ് ഇന്ത്യയിൽ എഴുതിയെടുത്തിട്ടുണ്ട് എന്ന്? അപ്പൊ അത്തരത്തിലൊരു ചിന്ത ഈ പറയുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി മത്സരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി, IIT ക്യാമ്പസുകൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതുപോലെ BTech കഴിഞ്ഞവർ, MBBS കഴിഞ്ഞവർ, ഇത്തരം
വിദ്യാർത്ഥികളോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ ഇത്തവണത്തെ റിസൾട്ട്, സിവിൽ സർവീസ് റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ 20 പേരിൽ, ആദ്യത്തെ ടോപ്പ് 20-ൽ 5 ആളുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞവരാണ്. അപ്പൊ ആ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ തന്നെ അവരുടെ പശ്ചാത്തലം നോക്കൂ, അവരാരും ഡൽഹി നിവാസികളല്ല. അവരൊക്കെ ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. അവിടുത്തെ ഗ്രാമങ്ങളിൽ ജനിച്ചവരാണ്. പക്ഷെ ഡൽഹിയിൽ എത്തുകയും ഡൽഹിയുടെ ഒരു കോസ്മോപോളിറ്റൻ ലൈഫ് കാണുകയും അവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ നിന്നുകൊണ്ടാണ് സിവിൽ സർവീസ് എഴുതിയെടുക്കുന്ന ഒരു കഴിവ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. നേരെ മറിച്ച് അവർ അവരുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോ ഈ ഇന്ത്യൻ എക്സ്പ്രസിലാണെന്ന് തോന്നുന്നു, അല്ല ഹിന്ദുസ്ഥാൻ ടൈംസിലാണ് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിരുന്നത്. അപ്പൊ അതില് ഈ ആളുകളുടെ ഒരു സോഷ്യൽ പ്രൊഫൈല് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ടോപ്പേഴ്സിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജനിച്ചവരാണ്. പക്ഷെ ഇവരൊക്കെ ഡൽഹിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ ആവശ്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതില് ഒരു വിദ്യാർത്ഥിയുടെ രസകരമായ കാര്യം പറഞ്ഞത്, അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA കഴിയുകയും പിന്നീട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു, അവിടുന്ന് മറ്റോ, അതോ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണോ എന്നറിയില്ല, അവിടുന്ന് MA കഴിഞ്ഞ് പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MPhilഉം കഴിഞ്ഞാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിൽ MPhilഉം കഴിഞ്ഞാണ്. അതിനുശേഷമാണ് സിവിൽ സർവീസ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ വൈവിധ്യം നോക്കൂ, എത്രയോ ആളുകളെ, എത്രയോ പ്രദേശങ്ങൾ, എത്രയോ ഭൂപ്രകൃതികൾ, എത്രയോ ആശയങ്ങൾ താണ്ടിയാണ് അവർ സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത്, വൈവിധ്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴേ നമ്മുടെ അറിവിന്റെ ഹൊറൈസോൺ വർദ്ധിക്കുകയുള്ളൂ എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ പ്ലേറ്റോ ഈ നമ്മുടെ ഈ അറിവിന്റെ വൈവിധ്യമില്ലായ്മ നമ്മുടെ മനുഷ്യ മനസ്സിന്റെ നാരോനെസ് എത്രത്തോളമാണ് എന്ന് സൂചിപ്പിക്കുന്നതിനായി പ്ലേറ്റോ വളരെ പ്രസിദ്ധമായ വെസ്റ്റേൺ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സങ്കല്പമാണ് കേവ് എന്ന് പറയുന്നത്. കേവ്, ദ തിയറി ഓഫ് കേവ്. അത് അടിസ്ഥാനപരമായി മനുഷ്യനിലേക്ക് തന്നെ നോക്കണം, അവൻ സ്വയം വിലയിരുത്തണമെന്ന, നമ്മളെ തന്നെ നോക്കി വിലയിരുത്തൂ എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ കേവ് എന്ന് പറയുന്നത്. അത് വെറും ഒരു ഗുഹ എന്ന അർത്ഥത്തിലല്ല. അപ്പോ പ്ലേറ്റോ ഈ ഗുഹയെ പല രീതിയിൽ ആളുകൾ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചു. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഇപ്പോൾ ഫ്രണ്ട്സ് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ടില്ല? ഓക്കെ. ഈ ചിത്രം ഇത് കാണാൻ കഴിയുന്നുണ്ടോ? കണ്ടു അല്ലെ? കണ്ടില്ലേ? എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ലേ ചിത്രം? Am I correct? Yes, sir. All of you friends, നോക്കൂ, ആ ചിത്രത്തിൽ നോക്കൂ. അതിന്റെ ഏറ്റവും മുകളില് ഒരു സ്ക്വയർ, ഒരു ചതുരത്തിൽ ഒരു വ്യക്തി നിൽക്കുന്നുണ്ടോ? ഏറ്റവും മുകളില് കണ്ടോ? കണ്ടോ ഫ്രണ്ട്സ്? ഓക്കെ. അതിന് തൊട്ട് താഴെ അതിന്റെ തൊട്ട് താഴെയുള്ള മറ്റൊരു ചതുര ബോക്സില് 2-3 ആളുകൾ ആ ഗുഹയുടെ വാതായനത്തിലൂടെ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നത് കണ്ടോ? അതിന് തൊട്ടിപ്പുറത്ത് ഒരു റെഡ് ബോക്സില് ഒരു ഫയറും, ആ ഫയറിന്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ കുറെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടോ? കണ്ടു അല്ലേ? ആ നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ വോൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടോ? ആ വോളിന് അപ്പുറത്ത് കുറെ മനുഷ്യർ തറയിൽ ഇരിക്കുന്നത് കണ്ടോ? നോക്കൂ, ആ ഇരിക്കുന്ന ആളുകൾ എന്തിലേക്കാണ് നോക്കുന്നതെന്ന് പറയൂ. ആ ആളുകൾ എന്തിലേക്കാണ് നോക്കുന്നത്? ഏതിന്റെ നിഴലിലേക്കാണ് നോക്കുന്നത്? കയ്യിലുള്ള ഓരോ വസ്തുക്കളുടെ റിഫ്ലക്ഷനിലേക്കാണ് നോക്കുന്നത്. ആ വസ്തുക്കളുടെ റിഫ്ലക്ഷൻ എവിടുന്നാ വരുന്നത്? എന്തുകൊണ്ടാ വരുന്നത്? അവിടെ പുറകിൽ ഫയർ ഉള്ളതുകൊണ്ട്. അപ്പൊ ഫയറിന്റെ റിഫ്ലക്ഷൻ, ആ നിഴലാണ് അല്ലെ, ആ ചിത്രങ്ങൾ മറച്ചുകൊണ്ടുള്ള നിഴലാണ് അവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? ഇത്ര ക്ലിയർ അല്ലേ? ഇനി പ്ലേറ്റോ എന്താണ് നമ്മളോട് പറയുന്നതെന്ന് പറയാം. ഇത് പ്ലേറ്റോ പറയുന്നതല്ല. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കില് സോക്രട്ടസ് പ്ലേറ്റോയുടെ ബ്രദറായ ഗ്ലൂക്കോണോട് സംസാരിക്കുന്ന ഒരു കഥാസന്ദർഭമാണ്. പ്ലേറ്റോയുടെ ബ്രദറായ ഗ്ലൂക്കോണിനോട് സോക്രട്ടസ് റിപ്പബ്ലിക് എന്ന് പറയുന്ന
പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ സോക്രട്ടീസ് ഗ്ലൂക്കോണോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? അറിവ് എന്താണ്, റിയാലിറ്റി എന്താണ്, മനുഷ്യന്റെ അജ്ഞത എന്താണെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ഭാഗം റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 7th ചാപ്റ്ററിൽ 7th ചാപ്റ്ററിൽ ഏഴാമത്തെ വോളിയത്തിന്റെ 1ാമത്തെ പാരഗ്രാഫിലാണ് തുടങ്ങുന്നത്. 1ാമത്തെ പാരഗ്രാഫിലാണ്. അപ്പൊ ആ 1ാമത്തെ പാരഗ്രാഫ് മുതൽ ആ ഒരു ചെറിയ ഒരു 7-8 പേജ് കാണും. 7-8 പേജിലൂടെയാണ് ഈ തിയറി ഓഫ് കേവ് എന്ന വിഷയം പ്ലേറ്റോ അവതരിപ്പിക്കുന്നത്. അപ്പൊ പ്ലേറ്റോ പറയുന്നത് മനുഷ്യൻ ഒരു ഗുഹാനിവാസിയാണ്. എന്താണ് ഗുഹാനിവാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളാരും റിയാലിറ്റിയെ മനസ്സിലാക്കുവാൻ ശരിയായി ശ്രമിക്കാറില്ല. നേരെ മറിച്ച് റിയാലിറ്റിയെ നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? ഇതാ ഈ ഗുഹയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാവങ്ങൾ പ്ലേറ്റോ വരച്ചു കാണിക്കുന്നു. അതില് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ തറയിലിരിക്കുന്ന മനുഷ്യർ. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടില്ലേ തറയിലിരിക്കുന്ന മനുഷ്യരെ? കണ്ടു. ഓക്കെ. ആ തറയിലിരിക്കുന്ന മനുഷ്യരെ സോക്രട്ടീസ് പറയുന്നത് നമ്മളൊക്കെ ഗുഹയുടെ ഉള്ളില് ഗുഹയുടെ ഒരു മിറർ ഫേസ് ഉണ്ട്. ഗുഹയിൽ ഒരു വാൾ, ആ ഗുഹയുടെ വാൾ ഉണ്ട്. ആ വോളിന് നേരെ നോക്കിയിരിക്കുകയാണ്. നമുക്ക് സൈഡിലോട്ട് നോക്കാൻ കഴിയുന്നില്ല, പുറകിലേക്ക് നോക്കാൻ കഴിയുന്നില്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെയും കാണാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ നേരെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ആകെ കാണുന്ന എന്താണ്? ഈ ചിത്രത്തിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആകെ കാണാൻ കഴിയുന്ന എന്താണ് ഫ്രണ്ട്സ്? നമുക്ക് എന്താണ് കാണാൻ സാധിക്കുക? നിഴല് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നോക്കൂ, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ആ റിയാലിറ്റി കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ റിയാലിറ്റി കാണാൻ സാധിക്കും. അതിലെ മനുഷ്യർ നടന്നു പോകുന്ന മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതിലെ ഈ ചിത്രത്തില് പലതും ഇല്ല. അതായത് കുതിരകൾ പോകുന്നു, നമ്മുടെ മനുഷ്യ ലോകത്തുള്ള പല സാധനങ്ങളും അതിന്റെ ഇടയിലൂടെ പോകുന്നതായിട്ടാണ് സോക്രട്ടീസ് ഗ്ലൂക്കോണോട് പറയുന്നത്. പക്ഷെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം അതിന്റെ റിഫ്ലക്ഷൻസ് മാത്രമേ കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇതിന് ഡിവൈഡഡ് ലൈൻ എന്ന് പറയും. ഇവിടെ എവിടെയാ ഡിവൈഡഡ് ലൈൻ ഫ്രണ്ട്സ്? ഏതാ ഡിവൈഡഡ് ലൈൻ? ആ മതിലിന്റെ അപ്പുറത്തേക്ക് വന്നാലേ നമ്മൾ എന്ത് മനസ്സിലാക്കിയുള്ളൂ? റിയാലിറ്റി മനസ്സിലാക്കിയുള്ളൂ. അപ്പോ പ്ലേറ്റോ പറയും ഈ റിയാലിറ്റി മനസ്സിലാക്കുവാൻ നമ്മൾ ആരും തയ്യാറല്ല. അപ്പോ നമ്മൾ ഇങ്ങനെ അതിലെ പോകുന്ന മനുഷ്യരെ കാണത്തില്ലേ ഫ്രണ്ട്സ്? കണ്ടില്ലേ നിങ്ങള്? അതില് നടന്നു പോകുന്ന മനുഷ്യരെ സംസാരിക്കുന്നുണ്ട്, പലതും അതിലെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാ അവിടെ ഒരു കുതിരയെ കണ്ടോ നിങ്ങള്? അതിന് ആ ഒരു നിഴലില് കണ്ടില്ല? അപ്പോ ഇതെന്താണെന്ന് മനുഷ്യർക്ക് അറിയില്ല. പക്ഷെ അതെന്തോ ഒരു 4 കാലും വാലും തലയുള്ള ഒരു ജീവിയായിട്ടാണ് അവർ കാണുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കി അതൊരു ഹോഴ്സ് ആണെന്നും, അപ്പുറത്തിരിക്കുന്ന ഒരു വാട്ടർ ജാർ ആണെന്നും, അപ്പുറത്തിരിക്കുന്ന ഒരു ബേർഡ് ആണെന്നും, അതിലെ ഒരു സർക്കിൾ ഉണ്ടെന്നും ഒക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. കാരണം നമ്മൾ നിഴലുകളിനെ കണ്ടിട്ട് നിഴലാണ് റിയാലിറ്റി എന്ന് അധമമായി വിശ്വസിച്ചിരിക്കുകയാണ്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ്. ഈ റിയാലിറ്റിയിൽ ജീവിക്കാൻ മനുഷ്യൻ വളരെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഈ റിയാലിറ്റി ജീവിക്കാൻ നമ്മൾ കംഫർട്ടബിൾ ആണ്, നമുക്ക് സന്തോഷമാണ്, അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്ലേറ്റോ പറയുന്നത് ഇതിൽ നിന്നും ചിലത് സംഭവിക്കും. എന്താണ് സംഭവിക്കുന്നത്? ചില സമയത്ത് ചിലർ മനുഷ്യർ എന്ത് ചെയ്യും? ഇതാ ഇപ്പോൾ ഇങ്ങേയറ്റത്ത് കാണുന്ന ചിത്രമില്ലേ? അതിൽ മനുഷ്യർ ഗുഹയുടെ വെന്റിലൂടെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ടോ നിങ്ങള് ഫ്രണ്ട്സ്? ഇങ്ങേയറ്റത്ത് ആ ഗുഹയുടെ നിഴൽ ആ ഒരു ഭാഗത്തൂടെ പുറത്തേക്ക് വരികാനും ശ്രമിക്കും. അപ്പൊ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട്സ് എന്തായിരിക്കും നമ്മുടെ പ്രശ്നം? പറയൂ, എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന പ്രശ്നം? കാരണം നമ്മൾ വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ പ്രായം മുതൽ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും പ്രശ്നം വരാൻ പോവുക? ഒന്നിനെ പറ്റി നമുക്ക് അറിവുണ്ടാവില്ല. ഒന്നിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവില്ല. നമുക്കൊരു വല്ലാത്ത ഇല്യൂഷൻ ആയിരിക്കും അപ്പോൾ ഉണ്ടാവുക. ഇതെന്താണെന്ന് നമ്മൾ പകച്ചു പോകും. അപ്പൊ ഒരു വല്ലാത്ത അങ്കലാപ്പ് നമുക്ക് കാണും. അപ്പൊ നമ്മൾ സ്വയം എന്ത് ചെയ്യാൻ ശ്രമിക്കും? തിരിച്ചു വരാൻ ശ്രമിക്കുമ്പം ഇവിടെ വന്ന് ഇരുന്നാലും നമ്മൾ വളരെ അസ്വസ്ഥരായിരിക്കും. കാരണം നമ്മൾ ഇവിടെ എന്തൊക്കെയോ കണ്ടു. ഈ കണ്ടതും ആ നിഴലിൽ കാണുന്നതും ഒന്നല്ല എന്ന് നമ്മൾക്ക് തോന്നും. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. വീണ്ടും നമ്മൾ പോയി അവസാനം ഏറ്റവും മുകളിൽ കാണുന്ന മനുഷ്യൻ അവിടെ എന്താണ് സ്റ്റാൻഡ് അലോൺ, അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടോ? ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനെ പോലെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ലിബറേറ്റ് ചെയ്ത് സ്വയം നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി സ്വയം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യും ഫ്രണ്ട്സ്? ഈ ഇവിടെ ഇരിക്കുന്നവര്
എന്താ ചെയ്യുക? ഈ കണ്ടതൊക്കെ ഇവരോട് വന്ന് പറഞ്ഞ് ഇവരെന്ത് പറയും നമ്മളോട്? അതൊക്കെ ഇല്യൂഷനാണ്. അതൊക്കെ താങ്കളുടെ ഇല്യൂഷൻ ആണെന്ന് പറയും. താങ്കൾ കണ്ടതൊന്നും ശരിയല്ല, അത് ഈ കാണുന്ന നിഴലാണ് ശരിയെന്ന് പറയും. അപ്പോ നമ്മളെ, അതായത് നമുക്ക് എന്ന് തിരിച്ചറിവുണ്ടാകുന്നോ ആ തിരിച്ചറിവ് നമ്മൾ സമൂഹത്തോട് എന്ന് വിളിച്ചു പറയുന്നോ അന്ന് നമ്മൾ സമൂഹത്തിൽ എന്തായി മാറും? ഒറ്റപ്പെട്ടു. ആ പ്രശ്നമാണ് സോക്രട്ടസിന് സംഭവിച്ചത്. സോക്രട്ടസ് ഇതുപോലെ ഗുഹയിൽ നിന്നും പുറത്തു വന്ന് താൻ കണ്ട യാഥാർത്ഥ്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ ലോകം സോക്രട്ടസിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അപ്പോ പ്ലേറ്റോ പറയുന്നു, അറിവില്ലായ്മയിൽ ജീവിക്കുവാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്, അത് വളരെ ഈസിയുമാണ്. കാരണം അറിവില്ലായ്മ ഒരു പെയിൻലെസ് എക്സ്പീരിയൻസ് ആണ്. അറിവില്ലായ്മ സങ്കടകരമായ ഒരു അവസ്ഥയല്ല, അറിവില്ലായ്മ വളരെ രസകരമായ ഒരു അവസ്ഥയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അറിവില്ലായ്മ ജീവിച്ചു കഴിഞ്ഞാൽ, ഇഗ്നോറൻസ് ജീവിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അറിവിൽ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അറിവിൽ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ എന്ന് ഇത് കാണത്തില്ലേ ഫ്രണ്ട്സ്? ചിത്രം കാണുന്നില്ലേ? യെസ് സർ. അപ്പൊ നമ്മൾ എന്ന് ലോകത്തോട് അറിവ് അല്ലെങ്കിൽ യാഥാർത്ഥ്യം തുറന്നു പറയുന്നു, അന്ന് ലോകം നമ്മളെ ആക്രമിക്കും. അതുകൊണ്ടാണ് പ്ലേറ്റോ പറയുന്നത് അറിവില്ലായ്മയെ ജീവിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അറിവിൽ ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്ലേറ്റോ തന്നെ പറയുന്നു, എങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഗുഹയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുക, ഈ ഡിവൈഡഡ് ലൈനിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുക? അപ്പൊ പ്ലേറ്റോ പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ ആകെയുള്ള മാർഗം എന്താണ്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നൽകണം, നമ്മൾ മനുഷ്യനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് പ്ലേറ്റോയുടെ സ്കീമിൽ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമാണ്. പ്ലേറ്റോയുടെ രാഷ്ട്രസങ്കല്പത്തിൽ, പ്ലേറ്റോയുടെ ലോകദർശനത്തിൽ, പ്ലേറ്റോയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ, സാമൂഹ്യ നിർമ്മിതിയിൽ, സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് വിദ്യാഭ്യാസത്തിനാണ്. നമ്മൾ മനുഷ്യന് വിദ്യാഭ്യാസം നൽകണം. നമ്മൾ മനുഷ്യന് വിദ്യാഭ്യാസം നൽകാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ഇതുപോലെ അധമനായി ഈ നിഴലിൽ കാണുന്ന വസ്തുക്കളെ യാഥാർത്ഥ്യമെന്ന് കണ്ട് അതിൽ പ്രതിബിംബങ്ങളിൽ കാണുന്ന എന്താണ് വസ്തുക്കൾ ആണ് യാഥാർത്ഥ്യമെന്ന്, റിയാലിറ്റി എന്നും ഉൾക്കൊള്ളുകയും, എന്നാൽ തിരിച്ചറിവിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാതെ നമ്മുടെ ജീവിതം എൻഡപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇതാണ് വളരെ ലളിതമായി പറഞ്ഞാൽ പ്ലേറ്റോയുടെ കേവ് തിയറി. അപ്പോൾ പ്ലേറ്റോ ഈ കേവ് തിയറി പ്രസന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് ഇൻ ദ ബുക്ക്. പ്ലേറ്റോ presents the theory of cave in his book Republic. In his book Republic. And in the Republic, book 7 of Plato, the beginning passages talks about the theory of cave. Plato tells about the allegory of the cave in the context of education. In the context of education, in a sense, Plato's cave theory is basically Plato's insight of education. It is Plato's insight of education. And in the book Republic, the main character, Socrates, tells about the allegory to glucon, Glaucon, glucon. And who was glucon? Glucon was the brother of Plato, the brother of Plato. And glucon is, or otherwise called, the interlocutor. I told you about interlocutor before. So glucon is the interlocutor. And Socrates tells, I am using this
Allegory of the Cave, translated by Sean Eyre. It's a excerpt from the book Allegory of the Cave by Sean Eyre. You can see it is translated by Sean Eyre. From that was taken from Republic, and Sean Eyre translated this. And Socrates tells, and now allow me to draw a comparison in order to understand the effect of learning upon our nature. Imagine that there are people living in a cave deep underground. Deep underground. The cavern has a mouth. The cavern has a mouth that opens to the light above. That opens to the light above. And a passage exists from this all the way down to the people. They have lived, Socrates talks about people who are chained underground the cave. They have lived here from infancy with their legs and necks bound in chains. They cannot move. They cannot move. All they can do is stare directly forward, look forward. As the chain stops them from turning their heads around, they are not able to look right, or they are not able to look left or backward. They are only allowed to look forward. Imagine that far above and behind them blazes a great fire. Between this fire and the captives, a low partition is erected. A low partition is erected along a path. Along a path. Something like puppeteers used to conceal themselves during their shows. And Glucon says, yes, I can picture it. And Socrates continues, look, and you will also see other people carrying objects back and forth along that partition. That partition wall is referring to that partition wall. And along that partition, things of every kind, images of people and animals, carved in stone and wood and other materials. Some of these other people speak while others remain silent. And Glucon says, a bizarre situation for some unusual captives. Glucon agrees that. And Socrates continues, so we are. Now tell me, if you suppose, it's possible that these captives ever saw anything of themselves, or one another, other than the shadows flitting across the cavern wall before them. And Glucon replies, certainly not, for they are restrained all their lives with their heads facing forward only. And Socrates continues, and that would be just as true for the objects moving to and fro behind them. So here, friends, you can see that Socrates narrates the situation in the cave. And a possible explanation to this cave is like this. As I told you, this Platonic situation of cave, and Plato compares cave with society, our society. And our society is like a cave. So that society is a cave. We are living in that cave as slaves or chained. We are chained. We are living in the cave of society like chained human beings. So it is basically the background of Plato's view of education. People in the cave represent us in the society. People in the cave represent us as a society. So Plato is suggesting that we are the prisoners of society. Friends, we are just prisoners of the society.
And we are only looking at the shadows of things because society has already created so many things before us. And when we are born, we are seeing that and we just believe that there are people, there are family, there are institutions, there are things around, and all they are already there existing before we are born. And we simply believe that and we take it for granted and we simply accept that what we are seeing. And friends, the cave represents the state of human affairs. We human beings all begin in a cave, that we are born in a cave. The cave is society, Plato's idea of society. Each human being, that we human beings perceive a physical world. We perceive a physical world. That is but friends, what we perceive is but a poor imitation of a more real world. That point is very important, friends. In the cave, each of us imagine or perceive a physical world, but that, according to Plato, is nothing but a poor imagination, that we look around and we see things and we perceive about that, but that is just a poor imitation of the more real world. So friends, Plato uses the cave to symbolize a physical world, a world in which things are not always what they seem to be. That point is very important, friends. A world in which things are not always what they seem to be. There is a lot more to it than we think what it is. That we see so many things in and around, and we simply believe that. But friends, what we see is not the real thing. There are something beyond what we are seeing. There are something more beyond what we are seeing. But why? But why we are not able to go beyond that? Because we are comfortable. Because we are comfortable in living in our ignorance. So outside world represents the world of ideas. Beyond all those physical objects. Friends, beyond all those physical objects, there exists the reality. There exists the reality of the world. But never we go beyond that, beyond what we are seeing. So the reality exists beyond what we are seeing in the reflections. The world of ideas, the world of thoughts, the world of reality. Plato is talking about the non-physical forms of reality. And Plato's reality is not physical form. Plato's reality is non-physical forms, or some type of a transcendental idea of reality. That is called transcendental idea of reality. And what we see using our senses, we have 5 senses. Using our 5 senses, we see a world. That world is not the real world. The real world is something different. And who is capable of understanding that real world? And Plato says, not all people in the world are able to understand that real world that exists beyond the physical objects. Only the best humans amongst us can understand that reality. So non-physical reality or non-physical forms represent a higher, more accurate reality. And our 5 senses are only picking up the shadows. Our 5 senses are only picking up the shadows of the true reality. The reality of forms or ideas. That our senses are only picking up the shadows of the true reality, the reality of forms or the reality of ideas. And who can understand reality? Only those people who have intelligible mind. It's a Platonic vocabulary, the intelligible mind. Only those people
who have intelligible mind amongst us will understand reality. And not all people have intelligible mind. The best people amongst us will have the intelligible mind, the Platonic intelligible mind. And only people with intelligible mind can become philosopher king. The best mind, the best teacher amongst us are those who have the intelligible mind. And the person with the intelligible mind can come over that partition wall, and come over the vent of the cave and see the world and see the reality. So, friends, the cave allegory is about how to progress human society from a cave to the reality of forms, from cave to the reality of the reality of forms. So it's a difficult process. It's not that easy to progress from a cave situation to a form situation, theory of forms, the reality of forms, the reality of ideas, or the intelligible world. That's called intelligible world. Reality is the intelligible world. So it's a difficult process. It is not that easy for all the people to understand the intelligible world. It requires assistance and sometimes force. So when getting an education, proper education through struggle, so you will get education. But friends, getting proper education is not that easy. Getting proper education is a very difficult thing. It's very easy to pass examination and get degree certificate. But friends, how many of you will have intelligible mind? That's important point Plato asks. So getting an education properly is only through struggle. So that's why Plato says, friends, it's very easy to be ignorant person. It's very easy to be an ignorant person. Ignorance is a bliss in many ways. Because knowing the truth can be a painful experience. Knowing the truth can be a very painful experience, friends. In some ways, it's easy to be ignorant. It's so much easier to be ignorant. A person who is leaving the cave, is questioning his own belief. Right? You are about to question your own belief. So, right from your childhood, you are indoctrinated. You are inducted into certain kinds of things. And you grow up believing that what you are inducted is the real thing. And the moment you start questioning what you are being inducted into or what you are being exposed to, friends, it's a painful experience because you are questioning the society. You are shattering the cave of society. So, allegory of the cave shows us the relationship between education and truth. The relationship between education and truth. And education is seeing things differently. Education is seeing things differently. We all have the capacity to learn, but not everyone has the desire to learn. You will have the capacity to learn, but the desire to learn is very different, friends. The desire to learn and the capacity to learn are two different things. What you need is the desire to learn, not the capacity to learn. By saying this, friends, Plato, Socrates ends the conversation, and Glucon agrees all what Socrates said. The interlocutor, Glucon agrees with the words of Socrates, and this way Plato ends up his cave theory, and he proceeds to a theory of education and how the education should look like. That is what Plato talks about in the next part of his book Republic. Friends, I am winding up this lecture, and now the floor is open for discussion. Friends.